നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ആ ശക്തി എവിടെയാണെന്നറിയോ? അത് നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നമ്മളുടെ എല്ലാവരുടെയും ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്ന കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. പക്ഷെ ആ പവർ നമ്മൾ പലരും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന്, ആ സബ് കോൺഷ്യസ് മൈൻഡിന് എത്രത്തോളം ശക്തി ഉണ്ടതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അപാര ശക്തിയാണുള്ളത്. നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാവരും നല്ല ശക്തിയുള്ള വ്യക്തികളാണ്. പക്ഷേ നമ്മളാരും നമ്മളുടെ ശക്തി തിരിച്ചറിയുന്നില്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മളെപ്പോഴും നമ്മളുടെ നെഗറ്റീവ് സൈഡുകളെക്കുറിച്ചാണ് കൂടുതലും ചിന്തിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പം ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു വിചാരമാണ് നമുക്ക് ആദ്യം വരുന്നത്. അല്ലാതെ നമ്മളൊരിക്കലും നമ്മളുടെ കഴിവിന് എനിക്കിത് പറ്റും എന്നുള്ള ആത്മവിശ്വാസത്തിൽ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരേ കാര്യം ചെയ്യുന്ന രണ്ടാൾക്കാർ, പക്ഷേ അവരുടെ റിസൾട്ട് കിട്ടുന്നത് രണ്ട് രീതിയിലായിരിക്കും. അതെന്തുകൊണ്ട്? അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ അവർ ചെയ്യുന്ന ഓരോ പ്രോസസ്സും അത് ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഒരേ രീതിയിൽ പഠിക്കുന്ന കുട്ടികൾ കാണും. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും എന്താണ് ഒരേപോലെ ആകാത്തത്? അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ചിന്ത തന്നെയാണ്. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും ഒരു മുൻധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കിത്രേ പറ്റുള്ളൂ, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല, എനിക്കിത്രേ പഠിക്കാൻ പറ്റുള്ളൂ, എനിക്കതിനുള്ള കഴിവില്ല. ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഒരു 100 പ്രാവശ്യം നമ്മളോട് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകില്ല. നമുക്കുള്ള കഴിവ് പോലും നമുക്ക് നമ്മളോട് തന്നെ സംശയം വന്നുകൊണ്ടിരിക്കും. ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ കഴിവുകൾ എനിക്കുണ്ടോ എന്നൊക്കെയുള്ളൊരു നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ആദ്യം മാറ്റേണ്ടത് നമ്മളുടെ ചിന്തകളാണ്. നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ചിന്തകൾ അതിനെ എടുത്ത് ദൂരെ കളയുക. അതത്ര ഈസിയുള്ള കാര്യമല്ല. നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും ഇനി, പക്ഷെ നമ്മൾ ഇത്രയും വയസ്സായി കഴിഞ്ഞിട്ട് അതിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷേ അത് അത്ര ഇമ്പോസിബിളും അല്ല. ഡെയിലി പ്രാക്ടീസ് കൊണ്ട് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അതെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പല പല നേട്ടങ്ങളും ഉണ്ടാവും. വളരണം എന്ന് ആഗ്രഹമുള്ളവർ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സക്സസ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അത് നിങ്ങളിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടതിന് കൺസിസ്റ്റൻസി ഉറപ്പാക്കണം, എന്നാലേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളോട് പറയുക, എനിക്കിത് കഴിയും, ഞാനിത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം നിങ്ങളിൽ തന്നെ കൊണ്ടുവരണം. എനിക്ക് കഴിവുണ്ട്, ഞാനൊരു കഴിവുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത, ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾ തന്നെ നിങ്ങളോട് ഡെയിലി പറയണം. ഒരിക്കലും മനസ്സിനെ അനുവദിക്കരുത് എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, എനിക്കൊരു കഴിവില്ല, ഈ ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക. അതിനെക്കുറിച്ച് ആലോചിക്കുകയേ വേണ്ട. എന്തുകൊണ്ട് എനിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഡൗട്ട് അടിച്ച് ഒരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. ആദ്യം നമുക്ക് ഡൗട്ടാണ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റേണ്ടത്. ആദ്യം ഉറച്ചൊരു വിശ്വാസം വേണം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. അത് കുറച്ച് പാടുള്ള കാര്യമാണ്, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആദ്യം ഉറപ്പിച്ച് പറയുക, ഞാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്, എനിക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും, ഞാൻ വിജയിക്കും. അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നേ പറയാം, വിജയിക്കും എന്നും പറയരുത്. ഞാൻ വിജയിച്ച ഒരു വ്യക്തിയാണ്, ഐ എം എ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് നിങ്ങൾ സ്വയം ദിവസവും നിങ്ങളോട് പറയുക. കാരണം നമ്മളെല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. അപ്പം നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ആവും നമ്മളുടെ ഉള്ളിൽ. അല്ലാതെ ഡൗട്ട് അടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ ആ ഡൗട്ട് അടിച്ചുകൊണ്ട് നടക്കുമോ എന്നൊക്കെയുള്ള ഡൗട്ട് അടിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അത് നമ്മൾ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ഒരു കാര്യമില്ല. പക്ഷെ കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾക്ക് ആ ഒരു ഡൗട്ട് കിടപ്പുണ്ട്. അപ്പോൾ അത് അത്രയും സക്സസ്ഫുൾ ആകില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഡൗട്ട് ഇല്ലാതെ ഉറച്ച വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഐ ആം എ സക്സസ്ഫുൾ പേഴ്സൺ. ഇതൊരു 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ റിപ്പീറ്റ് ചെയ്യുക.
അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ മിറർ പ്രാക്ടീസ് പറഞ്ഞല്ലോ, മിററിൽ നോക്കി ചിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ ചിരിക്കുന്ന കൂട്ടത്തിൽ അത് കഴിയുമ്പോൾ നിങ്ങൾ ഇത് തന്നെ പറയുമ്പോൾ ഐ ആം കോൺഫിഡൻറ്റ്, ഐ ആം സക്സസ്ഫുൾ, അങ്ങനെ ഐ ലവ് യു. എന്നാൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നിങ്ങളുടെ പേരെടുത്തിട്ട് ഐ ലവ് യു, ഐ ആം കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഐ എം ബ്യൂട്ടിഫുൾ. എന്താ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണ് നിങ്ങൾക്ക് എനിക്കിതൊന്നും ഇല്ലാന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിൻ്റെ തന്നെ പോസിറ്റീവായിട്ടുള്ള വേർഷൻ നിങ്ങൾ പറയുക, നിങ്ങളെ നോക്കി തന്നെ പറയുക. നിങ്ങൾ കോൺഫിഡൻസിലായി വേണമെങ്കിൽ ഐ എം കോൺഫിഡൻറ്റ്, ഐ എം ഹാപ്പി ഓൾവേസ്, ഇങ്ങനെ, അല്ലെങ്കിൽ ഐ എം ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ചിന്തകളുള്ളത് അതിൻ്റെ പോസിറ്റീവ് വേർഷൻ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുക. ഇത് രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ആ ചിരിയുടെ കാര്യം പറഞ്ഞ കൂട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓരോ ദിവസവും കുറച്ച് ടിപ്സുകൾ പറഞ്ഞു തരാം. ഇത് നിങ്ങളൊരു മിനിമം ഒരു 3 months എങ്കിലും കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും റിസൾട്ട് വരുന്നതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ 1-2 ദിവസം കൊണ്ട് ചെയ്തുകൊണ്ടൊന്നും ഒന്നും ആകാൻ പോകുന്നില്ല. അതെന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പം ബാക്കി കുറച്ച് ടിപ്സുകൾ ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയാം.